5 views, that's on you. Better shape up and pay your dues. 5 views, that's on you. I'll be on a flight soon till the end. I sing you. Allah, ഡ്രൈവറിനടുത്തത് എൻ്റെ അമ്മോ ഈശോനെയും പടച്ചവനെയും ശിവനെയും എല്ലാരെയും വിളിച്ച് അപ്പോൾ 27 കേട്ടോ. ഞാനിപ്പോൾ ഉള്ളത് കൊണ്ടോട്ടിയിലാണ്, മലപ്പുറം കൊണ്ടോട്ടിയിലാണ്. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് നേരെ ഇനി വയനാടാണ് പോകണം. ബാക്കി കാര്യങ്ങളെല്ലാം ഞാൻ പോകുന്ന സമയത്ത് പറയാം. ഇപ്പൊ ഞാൻ ഈ ഇൻട്രോ ഞാൻ ഇവിടെ നിന്ന് എടുക്കുന്നത് ലൈഫിൽ ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണ്. ഇന്നലെ ഈ ഒരു റൂം കിട്ടിയത്, അതായത് ഇങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ഇന്നലെ കിടന്ന സ്ഥലം കേട്ടോ. ഇത് ഇവിടെ നിന്ന് റെക്കോർഡ് ചെയ്യണമെന്ന് വിചാരിച്ചിട്ട്, കാര്യം എനിക്ക് ലൈഫിൽ എനിക്ക് സേവ് ചെയ്ത് വെച്ചേക്കാനാണ് കേട്ടോ ബ്രോ, എനിക്ക് സേവ് ചെയ്ത് വെച്ചേക്കാനാണ് അല്ലേ. അപ്പൊ പുള്ളി ശരിക്കും പറഞ്ഞ ഇന്നലെ ഉറങ്ങില്ലല്ലോ ഇവിടെ, ഈ ഒരു കസേരയിൽ ഇരിക്കായിരുന്നു എനിക്ക് കാവലായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ച എല്ലാവരും ഇവിടെ കിടന്ന് ഉറങ്ങായിരിക്കുമെന്ന്, പക്ഷെ മലപ്പുറം ശരിക്കും പറഞ്ഞാൽ ഞെട്ടിച്ച് ഉള്ള കാര്യമാണ് കേട്ടോ, ഉള്ള കാര്യമാണ്. അപ്പോൾ ബാക്കി എന്തായാലും ഞാൻ പോണ സമയത്ത് പറയാം, ഇനി ഇവിടെ നിന്ന് സംസാരിച്ചിരിക്കും. പിന്നെ ഇറങ്ങോട്ടോ, എന്തായാലും അടുത്ത വരവിന് കാണാം. വരും, ഒരുപാട് ഹെൽപ്പ് പുള്ളി പറഞ്ഞു തന്നേട്ടാ അല്ലേ. ശരി, അപ്പോൾ എന്തായാലും നേരെ ഇറങ്ങാൻ. ബാക്കിയുള്ളവരുടെ ബാഗും കാര്യങ്ങളൊക്കെ ഇട്ട് ദേ അങ്ങ് പോയിട്ടുണ്ട് തോന്നിക്കുന്നു. ഗൈസ്, അപ്പോൾ എൻ്റെ വണ്ടി ഇന്നലെ രാത്രി വെച്ചിരുന്ന സ്ഥലമാണ് കേട്ടോ. ഇതിങ്ങനെയല്ല വെച്ചിരുന്നത്, ഫുള്ള് കവർ ചെയ്ത് വെച്ചിരുന്ന കേട്ടോ. അത് ഇത്രയും ബൈക്കുകളുടെ ഇടയിൽ. എടാ നീ വരല്ലേ അങ്ങോട്ട്? ഞാനൊരു കാര്യം പറയാം. ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു ഏകാന്തത ഉണ്ടായിരുന്നു, അതായത് ഞാൻ ഒറ്റയ്ക്കാണ് എന്നുള്ളൊരു ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക്. അത് നിങ്ങൾ എന്തായാലും കറക്റ്റായിട്ട് കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റായിട്ട് നിങ്ങൾക്ക് കിട്ടി കാണും. ഇന്ന് ഞാൻ ഒറ്റയ്ക്കായതുപോലെ തോന്നി. ഇവിടെ കൊണ്ടോട്ടിയിൽ വന്ന് എല്ലാവരും ഭയങ്കര കാര്യം കേട്ടോ. ഞാൻ ആദ്യം ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ എന്താ പറയാ, എനിക്ക് ഞെട്ടിച്ചെന്നാണെങ്കിൽ പറയാം കേട്ടോ. അത് തന്നെയാണ് മലപ്പുറം ശരിക്കും പറഞ്ഞാൽ പൊളി, വൻ പൊളി എന്ന് വെച്ചാൽ വൻ പൊളി. ഇവിടെ ശരിക്കും പറയാം, ഈ പിള്ളേർ ഉറങ്ങിയിട്ടില്ല ഇന്നലെ. എൻ്റെ അടുത്ത് നിന്ന പുള്ളിയല്ലേ, പുള്ളി അവിടെ ഇരിക്കുകയായിരുന്നു, ആ കസേര ഇരിക്കുക. ഞാൻ വിചാരിച്ചു ഇവരെല്ലാവരും വന്നിട്ട് ഉറങ്ങുന്നുണ്ടായിരിക്കും. അപ്പം എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു കേട്ടോ. നമ്മളൊരു യാത്രയ്ക്ക് ഇറങ്ങുമ്പോഴേ നമ്മളെ ഒറ്റയ്ക്കാക്കാതെ ദൈവം കുറേ പേരെ ഇങ്ങനെ കൂട്ടിച്ചേർക്കും. അത് ശരിക്കും അത് ഉള്ളതാണ്, ഞാൻ അനുഭവിച്ച് മനസ്സിലാക്കിയത്. ദൈവം ഓണറുണ്ട്. ഞാൻ ഇന്നലെ വൈകുന്നേരം കണ്ട അതുപോലെ നടക്കുന്നുണ്ട്. അല്ല, ഇന്നലെ വൈകുന്നേരം കണ്ട അതുപോലെ നടക്കുന്നുണ്ട്. നീ അതുപോലെ നടക്കാണ്, ഓരോ ഉറക്ക ക്ഷീണമില്ലാതെ. അടിപൊളി. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അമ്പയർ ഉൾപ്പെടെ ഞെട്ടിച്ചേട്ടാ. ഒറ്റ മനുഷ്യൻ എൻ്റെ അടുത്ത് നമ്മളുടെ അടുത്ത് ആരും നിങ്ങൾ എന്തിനും ഇവിടെ നിൽക്കണമെന്നോ പുറത്തോട്ട് പോകാനോ ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അവരൊന്നും മിണ്ടില്ല. അപ്പോൾ ഇനി ഒന്ന് ചായ കുടിക്കാനായിട്ടാണ് പോണേ. അത് കഴിഞ്ഞതിന് ശേഷം എന്തായാലും നമ്മൾ കേരളം വിടാനാണ് പ്ലാന്. പോവാം. ഇന്നലെ വൈകുന്നേരം അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ ഇങ്ങനെ മനസ്സിലാലോചിച്ച് നമ്മൾ എവിടെ കിടക്കും, എങ്ങനെയാവും എന്നുള്ളതെന്ന്, അങ്ങനെയുള്ള ഒരു ഇതായിരുന്നു കേട്ടോ. പക്ഷെ അത് വലിയൊരു സന്തോഷമാണ് തരാനായിട്ട് കാത്തു വെച്ചിരുന്നതെന്ന് ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ചായ കൂടി കഴിഞ്ഞ കേട്ടാ. ഇനി നമ്മളിനി ഇവിടെ നിന്ന് നേരെ വയനാടാണ് പോണത്. പോണ റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഭംഗിയുള്ള സ്ഥലമായിരുന്നു. ഇപ്പൊ ഈ ഒരു ക്ലൈമറ്റ് ആയതുകൊണ്ട്, അതായത് ചൂടുള്ള സമയമായതുകൊണ്ട് എങ്ങനെയാണെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഒരു ഡിഫറെന്റ് എക്സ്പീരിയൻസ് തന്നെ ആയിരിക്കും ഇന്നത്തെ റൈഡ്. പിന്നെ ഒരു കാര്യം പറയാം കേട്ടാ, നമ്മളെ തുടക്കം, അതായത് ഒരു ദിവസത്തിന്റെ തുടക്കം ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ബാക്കി എന്ത് പ്രശ്നം വന്നാലും ശരി തന്നെ ഒരുവിധം കട്ടയ്ക്ക് അങ്ങ് പോകും. ഫ്രണ്ടേ പോകും, ഞാൻ പറയാം വരാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, ഈ രാത്രി എനിക്ക് വേണ്ടിയിട്ട് ഒരാ ഉറക്കവും കളഞ്ഞ് കൂടെ പറഞ്ഞത്, അതൊരു വലിയൊരു സംഭവം തന്നെ കേട്ടോ. എന്നെ ശരിക്കും പറഞ്ഞാൽ അവർക്ക് എന്നെ വീഡിയോയിൽ കൂടെ കണ്ടു പരിചയമുള്ളൂ. എന്താ വെച്ചാൽ പേഴ്സണലായിട്ട് ഇപ്പോൾ ഇന്നലെയും ഇന്നലേക്ക് അവർക്ക് എന്നെ നേരിട്ട് ഒന്ന് സംസാരിക്കാൻ പോലും സമയം കിട്ടിയത്, അല്ലെങ്കിൽ നമുക്കൊരു അവസരം കിട്ടിയത് അങ്ങനെയാണ്. വീട്ടിലെ അച്ഛൻ്റെ അമ്മയുടെ പ്രാർത്ഥനയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇവിടെ വന്നിട്ട് എന്നെ ഒറ്റയ്ക്കാകാത്ത രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഭയങ്കര ഹാപ്പി കേട്ടോ. ഞാൻ ലവ് യു സോ മച്ച് മലപ്പുറം. സ്ട്രൈറ്റ് ഓക്കെ, എന്നാ പിന്നെ പോക്കോട്ടോ. അടുത്ത വരവിനെ കാണാം. താങ്ക് യു സോ മച്ച്. ഓ ഒരു ഇടി പോക്കട്ടോ. തന്നെ എടാ, അടുത്ത വരവിനാണ് കേട്ടോ. പോട്ടോ.
കാണാമേ. അപ്പൊ എന്താ പറയാ, അയ്യോ ശരിക്കും കേട്ടോ അവന് മനസ്സ് നിറഞ്ഞാണ് പോണെ. വാങ്ങിച്ചു തന്ന ചായ ഉണ്ടല്ലോ, അത് വേറൊരു ഫീലാ മോനെ. അത് അനുഭവിച്ചാലേ മനസ്സിലാവുള്ളൂ. ഒരു പരിധി വരെയും യൂട്യൂബ് എന്ന് പറയുന്ന ആ ഒരു ഫീൽഡ് തന്നെയാണ് എനിക്ക് ഇങ്ങനെയുള്ള ഒരു കുറെ ബന്ധങ്ങൾ എനിക്ക് സമ്പാദിച്ചു തന്നത് കേട്ടോ. അപ്പൊ യൂട്യൂബിന് വലിയൊരു നന്ദി പറയണം. അതുപോലെ ഇൻസ്റ്റാഗ്രാം കാര്യങ്ങൾ. ഇന്ന് ഇൻസ്റ്റാഗ്രാമിൽ അത്യാവശ്യം പേര് എനിക്ക് മെസ്സേജ്, അത്യാവശ്യം നല്ല ഒരുപാട് മെസ്സേജ് പറഞ്ഞിട്ട് എനിക്ക് ഒറ്റ വിഷമേ ഉള്ളൂ, എനിക്ക് റിപ്ലൈ എല്ലാത്തിനും ചെയ്യാനായിട്ട് പറ്റുന്നില്ല. അതിനുള്ള സമയം എനിക്ക് കിട്ടില്ല. സമയം 6 മണി കഴിഞ്ഞു കേട്ടോ. ഇനി ഇവിടെ 180 കിലോമീറ്റർ ആണുള്ളത്. റോഡ് കൊള്ളാം കേട്ടോ, നല്ല റോഡ്. ഇപ്പൊ നിറച്ച് തെങ്ങും കമുങ്ങും ഒക്കെ ഉണ്ട് കേട്ടോ. പിന്നെ കൊറേ പഴയ ഈ റോഡ് തിരിയണ അറിയാൻ പറ്റില്ല കേട്ടോ. ഞാൻ അങ്ങോട്ട് നോക്കിക്കൊണ്ട് വന്നതാണ്, ഇപ്പൊ അങ്ങ് പോയനെ. എന്താ സംഭവം? ഓ എന്ത് പത്രം പോണതാ പോളി. പേരെന്താടാ, എന്നെ അറിയാമോ? ആ ഇവിടെ അടുത്താണോ താമസം? ഓംശേരി. ഓക്കെ. അൽത്താഫ് അല്ലേ? ഷഫീഖ്. ആ ഓക്കെ. സന്തോഷോടാ, നീ തിരിച്ചു വന്നല്ല. ഓ പിന്നത് സന്തോഷോടാ. ഏതാ? ആ ഓ ഞാൻ താമരശ്ശേരി ചുരം എത്തിയേട്ടാ. ഹെയർ പിന്ന് കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ താമരശ്ശേരി ചുരം എന്ന് കാണുമ്പോൾ ഉടനെ ആദ്യം ഓർമ്മ പറഞ്ഞാൽ നമ്മളെ പപ്പൂനെ ആയിരിക്കും കേട്ടോ. പപ്പൂന്ന്, അയ്യോ അങ്ങനെ പറയാൻ പറ്റില്ല, അച്ഛനെക്കാളും പ്രായമുള്ള ഒരാളാണ് അല്ലേ? പപ്പൂന്നല്ലേ അയാളുടെ പേര്? പൊതിയന്നെ. നമ്മുടെ താമരശ്ശേരി ചുരം എന്നേ പുള്ളി പറയാൻ ആ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, എത്ര കാലം കഴിഞ്ഞാലും അത് മറക്കൂല കേട്ടോ. നോക്കടാ വിഷ്വൽ ബ്യൂട്ടി ഉണ്ടോ. പണ്ടൊരിക്കൽ രാത്രി ഇതിൽ വന്നപ്പോ കേട്ടോ. രാത്രി എന്ന് വെച്ചാൽ എനിക്ക് ഇവിടെ ഒരു ബന്ധുവുണ്ട്. അപ്പൊ പുള്ളിക്കാരന്റെ മോളെ കല്യാണത്തിന് ഞാൻ ഇവിടെ വന്ന സമയത്ത് രാത്രി ഞങ്ങൾ അങ്ങോട്ട് കയറി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഈ കാട്ടുപോത്ത് നമ്മൾ ഇവിടെ അല്ലേ, കാട്ടി എന്നാണ് പറയുന്നത് കേട്ടോ. നല്ല ആ സൈസുള്ള ആ മസിലൊക്കെ ഉരുട്ടി നടക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ, ജിമ്മ. അവ ഇങ്ങനെ റോഡ് സൈഡിൽ കൂടെ നടന്ന് പോകുന്നുണ്ട്. അപ്പം ചെറിയൊരു മഴ ഉണ്ടായിരുന്നു, നമ്മൾ കണ്ടില്ല. ശരിക്കും ഈ വണ്ടിയുടെ സ്റ്റോക്ക് വിട്ടത്തിലാണ് നമ്മൾ പോണത്, അല്ലെ എക്സ്ട്രാ വേറെ വെച്ചിട്ടില്ല. ബുള്ളറ്റിലാട്ടോ. ഞാൻ ചേട്ടനുണ്ട്. ഞങ്ങളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. നോക്കി ഇടത് സൈഡിൽ കൂടെ എന്ന് വെച്ചാൽ വണ്ടി ഒരുപാട് വലത് സൈഡ് ഒതുങ്ങി പോകുന്നുണ്ട് കേട്ടോ, ഈ കാറൊക്കെ. ഞങ്ങൾക്കൊരു ഡൗട്ട്, ഇതൊന്നും ഈ കാറിങ്ങനെ പോണത്. പക്ഷേ ഈ കാറിങ്ങനെ പോണത് കണ്ടിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്തു. നോക്കിയപ്പോഴാണ് ആശാൻ റോഡിന്റെ സൈഡിൽ നിൽപ്പുണ്ട്. ഭയങ്കര ഡേഞ്ചർ ആട്ടോ. ഭയങ്കര ഡേഞ്ചർ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഡേഞ്ചർ ആയിട്ടൊരു സാധനം. നമ്മൾ ഈ കാട്ടാനെ പോലെയൊന്നും അല്ലേ ഈ കാട്ടി. അവൻ കുറച്ച് അക്രമം തുടങ്ങിക്കഴിഞ്ഞാൽ, അത് ഒരാളെ അടിക്കണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ അവൻ അടിച്ച് വിട്ടിട്ട് പോകില്ല. മാക്സിമം അതിനെ നശിപ്പിക്കാനേ നോക്കുള്ളൂ. അങ്ങനെ ഒരു ടൈപ്പ് ആ സാധനം. ഇടഞ്ഞു കഴിഞ്ഞാൽ ആനേക്കാളും പ്രശ്നം എന്നാണ് പറയുന്നത് ഈ കാട്ടി. ഓക്കെ, താങ്ക്സ് കേട്ടോ. ഞാനിപ്പോ ഓട്ടോക്ക് കയറുന്നത്. ദൈവമേ, AS 7787 ആരെ വണ്ടിയാണെന്ന് അറിയില്ല, ആരാണെന്ന് അറിയില്ല. ഒരുപാട് നന്ദി കേട്ടോ. ഞാൻ ശ്രദ്ധിച്ചില്ല അത്. ഞാൻ ഓട്ടോക്ക് കയറുന്നു, പുള്ളി കൈ കാണിച്ചതിലാണ്. എന്നാ ശരിക്കും പറയാം കേട്ടോ, നല്ല ഇതുപോലെയുള്ള നല്ല ഡ്രൈവേഴ്സ് ചിലരുണ്ട് ഈ വണ്ടിയിലിരുന്നുണ്ട് തുപ്പണത്. എനിക്ക് ശരിക്കും പറഞ്ഞു, എനിക്ക് എന്നെ കൊല്ലണതിന് തുല്യമാണ്. ഈ വണ്ടിയിൽ നിന്നുണ്ട് ഈ തുപ്പി വിടുമല്ലോ ചില ലവന്മാര്. ഒന്ന് രണ്ടാണ് ഞാൻ ഉടക്കിയിട്ടൊന്നും കാര്യമില്ല കേട്ടോ, പ്രത്യേകിച്ച് യൂസ് ഇല്ല. അതാണ് ഇവന്മാര് സമ്മതിക്കില്ല, തുപ്പിയൊന്നും സമ്മതിക്കില്ല. താമരശ്ശേരി ചുരത്തിന്റെ ആ ഒരു ബ്യൂട്ടി വിളിച്ചറിയിക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അത്. എല്ലാരും വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതിന്റെ. എല്ലാരും രാവിലെ വന്ന് കടകളിൽ നിന്ന് സാധനം വാങ്ങിച്ച് കഴിക്കുന്നുണ്ട്. എങ്ങനെയുണ്ട് സാധനം? പൊളിയല്ലേ? നിപ്പ് കണ്ടോ? എന്താ മനി സുഖല്ലേ എന്നുള്ള രീതിയിൽ ഒരു സൈഡും ചരിച്ചു വെച്ച് കണ്ടോ വണ്ടി കയറി പറഞ്ഞ. ഈ ചുരം പണ്ട് ചെയ്തതേ ഒരു ആദിവാസി, അതായത് ട്രൈബ്സ് ആണ് കേട്ടോ. ഞാൻ പറഞ്ഞ കാര്യത്തിൽ നീ തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കണേ, ഞാൻ എന്റെ കേട്ട് കേൾവിയാണ്. ട്രൈബ്സ് ആയിട്ട് ഒരു ആളാണ്. അപ്പൊ പുള്ളിയുടെ എന്ന് വെച്ചാൽ പുള്ളിയുടെ പിന്നെ അങ്ങോട്ട് പേരോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അതായത് എങ്ങനെ പറയാം, പുള്ളിക്ക് ഒരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടില്ല. അപ്പൊ അതൊക്കെ ശരിക്കും പറഞ്ഞ മോശം പരിപാടി തന്നെയാണ്. അതെനിക്കെന്തോ പറയണമെന്ന് തോന്നി കേട്ടോ. ഇത് പതിയപ്പോ നമുക്ക് അത്യാവശ്യമൊന്നുമില്ല. എൻ്റെ അടുത്ത് തന്നെ പറഞ്ഞു തന്നെ കേട്ടോ. നമുക്ക് ഇവിടുന്ന് തിരിക്കാം. പിന്നെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഓരോ വിഷ്വലാണ് കേട്ടോ വയനാട് തന്നോണ്ടിരിക്കുന്നത്. ഇതിൽ കയറാനാണ് പാട് കേട്ടോ, ലഗേജ് ഇരിക്കണോണ്ട്. ഇനി ഇവിടുന്ന് 155 കിലോമീറ്റർ ആണ്. ഞാൻ പതിയെ പോകുള്ളൂ ഇന്ന് കേട്ടോ. എനിക്ക് മൈസൂർ, ബാംഗ്ലൂർ ഇവിടെ രണ്ടിടവും ഇന്നും നാളെയും കൂടെ ആയിട്ട് ഞാൻ കാണും. എന്റെ മെയിൻ ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഹുംലിംഗ പാസ് കയറാൻ പറ്റണം. ഇവിടുത്തെ തണുപ്പ് പോലും ഇപ്പം പറ്റില്ല കേട്ടോ. അപ്പൊ അവിടെ ഇങ്ങനെ ആവുമെന്ന് എനിക്കൊരു പിടിയില്ല. അതായത് ബൂട്ടിന്റെ ആ ഭാഗത്തുനിന്ന് നല്ല രീതിയിൽ തണുപ്പടിച്ച് കയറണുണ്ട് കേട്ടോ. പിന്നെ ഗ്ലൗ ആ ഭാഗത്തുനിന്നും ഇപ്പൊ തണുപ്പടിച്ച് കയറുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും പ്രശ്നമാണ്. അതെന്തോ എനിക്ക് പറയണം എന്ന് തോന്നി. ഇനി അങ്ങോട്ട് എന്നിട്ട് ചിലപ്പോ എന്റെ എക്സ്പ്രഷനൊക്കെ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ആലോചന,
ഇവിടെ ഇവൻ ഇതൊന്നും സഹിക്കാൻ വയ്യാതാണ് ഇവൻ ഇറങ്ങി തിരിച്ചു. എങ്ങനെയുണ്ട് കോടയിറങ്ങി കിടക്കണേ ദൈവമേ. അയ്യോ തണുപ്പടിച്ചു കയറണുണ്ടോ. ഇങ്ങോട്ട് നമുക്ക് ഒരു രക്ഷയില്ല കേട്ടാ. ഞാൻ വിചാരിച്ചതിനേക്കാളും നിറച്ച് ഫോഗാണ്. ആന്റി ഫോഗ് ഉണ്ടല്ലോ ഈ പണ്ടാര ഹെൽമെറ്റില്. പെട്ടെന്ന് മൂടി കേട്ടോ. അങ്ങോട്ട് പോകണ്ട. ഞാൻ ഫോഗിലാകുമ്പം ഫസാഡൊക്കെ ഓണാക്കിയിട്ടാണ് പോണത്. എന്താവണമെന്ന് ദൈവമേ. ₹1000 9 ലിറ്റർ കേട്ടോ. 9.36 ലിറ്റർ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് മീനങ്ങാടിയിലാണ് കേട്ടോ. ഇനി ഇവിടെ നിന്ന് എനിക്ക് കറക്റ്റ് പറയുകയാണെന്നുണ്ടെങ്കിൽ 124 കിലോമീറ്റർ ഉണ്ട്. അതെ 2.25 മണിക്കൂർ. അപ്പോൾ ഫോറസ്റ്റ് റൂട്ടാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല വിഷ്വൽ കിട്ടുക. നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യല്ല കേട്ടോ. മാക്സിമം സപ്പോർട്ട് തരിക. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ജസ്റ്റ് ഒന്ന് അയച്ചു കൊടുക്കണം കേട്ടോ. കാര്യം ഞാൻ ഒരുപാട് എഫേർട്ട് എടുക്കാനായിട്ട് പോവുകയാണ്. ഇതുവരെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഒരു സൈസ് ഉള്ളത് തന്നെയായിരുന്നു. അങ്ങോട്ട് കൂടെ 1250 GS. അത് പോക്കണ്ട റോക്കറ്റ് പോലെ. എന്റെ ഡ്രീമായിട്ടാ പോയത്. വർഷങ്ങളായിട്ട് ഈ സീറോ ബാലൻസ് വെച്ചിട്ട് ഇതുപോലെയുള്ള ബൈക്കുകൾ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരു മോഡൽ. അതുകൊണ്ടാണ് ഇതുപോലെ വണ്ടി കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മൾ കൊണ്ടുനടക്കണം. നമ്മൾ ആഗ്രഹിക്കുന്ന വണ്ടി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നമ്മളുള്ള വണ്ടി ആഗ്രഹിക്കുന്ന രീതിയിൽ ചെയ്ത് കൊണ്ടുനടക്കണം. അങ്ങനെ ഫുഡ് അടിക്കാൻ കയറി 2 പൂരിയും അതുപോലെ കടലയും വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. നമുക്ക് രാവിലത്തേക്ക് ഇത് മതി അല്ലേ. അപ്പോൾ ഇനിയുള്ള ലക്ഷ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് ഫുഡ് കഴിക്കണം, നന്നായിട്ട് വെള്ളം കുടിക്കണം കേട്ടോ. അതാണ് അടുത്ത ലക്ഷ്യം. ഞാൻ അത് കറക്റ്റായിട്ട് നോക്കി പോവുകയാണ്. ലൈറ്റായിട്ട് മതി, എന്തെങ്കിലും നൈസായിട്ടുള്ള ആഹാരം, നല്ല രീതിയിലുള്ള വെള്ളം കേട്ടോ. അപ്പോൾ ഇന്നലെ കുറച്ചൊന്ന് പാളിപ്പോയി, വെള്ളം കൂടി കുറച്ച് കുറഞ്ഞു പോയി. ഇന്നലെ മുള്ളാൻ പോയില്ലടാ, സത്യം പുള്ളിയില്ല വരണില്ല. വേണോ? ഫുഡ് കഴിച്ചു കഴിഞ്ഞാട്ടാ. ഒരുമാതിരി എന്താ പറയാ, ചപ്പാത്തി കൊള്ളാം. അല്ല ചപ്പാത്തി അല്ലല്ലോ, പൂരിയല്ലേ കഴിച്ചത്. പൂരി കൊള്ളാം കേട്ടോ. പക്ഷേ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒരുമാതിരി റബ്ബർ ബാൻഡ് പോലെയാണ്. ഞാൻ ഇങ്ങോട്ട് പിടിക്കുമ്പം അതങ്ങോട്ട് പോകണം. പിന്നെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ഫോറസ്റ്റിനകത്തൂടെയാണ് കേട്ടോ. ഗൈസ് അങ്ങനെ ഒഫീഷ്യലി വി ആർ എൻ്ററിങ് ടു ദ ഫോറസ്റ്റ്. ഈ ഒറ്റ പൊന്ന് ഇംഗ്ലീഷ് ക്രോസിംഗ് ഏരിയ. അപ്പൊ ഫോറസ്റ്റ് ആയി. ദൈവമേ, കാട് തപ്പി നടന്ന കൊള്ളാം. 9 മണി മുതൽ കാട് തപ്പാൻ തുടങ്ങിയാണ്. 9:19 ആയപ്പം കാട്ടിൽ കയറി. தலைவன் இருக்கிறான் மயங்காதே. കല്ല ശിവനെ, ഓവർടേക്ക് ചെയ്യാടാ വളവില്. അതൊരു അഴക് തന്നെ കേട്ടാ. എവിടെ കൂടെ വന്നാലല്ലേ. നിങ്ങൾ ആലോചിച്ച് നോക്കി, ഈ പണ്ടാരം നമ്മുടെ ഫ്രണ്ടിലെ എങ്ങാനും വന്ന് പെടണം, സൈഡും തരാതെ. അതായത് അത് ഓട്ടിക്കുന്നവർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ കേട്ടോ. അതുകൊണ്ട് അതും പറയാൻ പറ്റില്ല. എന്നാലും ചില ടീമുകളുണ്ട് ഒരു കാരണവശാൽ ഈ നമ്മളെപ്പോലെ ബൈക്കിൽ പോണവരെ കണ്ടു കഴിഞ്ഞാൽ ഒരു മൈൻഡും ഇല്ല. സൈഡ് തരാത്തോണ്ടാണ് കേട്ടോ. എടാ മോനെ, ഇങ്ങോട്ട് നോക്ക്, എന്ത് അഴകല്ലേ. ഒരു വലിയ പ്രത്യേക ഭംഗി പണ്ടാരം. ഇതെന്തോന്നു? മുറ്റത്ത് നിറച്ച് കർണാടകക്കാര്. നീലിമ കർണാടകക്കാരി, നീലിമയുടെ അമ്മ കർണാടകക്കാരി, നീലിമയുടെ അച്ഛൻ കർണാടകക്കാരൻ, എല്ലാരും കർണാടകക്കാരെ കേട്ടാ. അവിടെ ഇങ്ങോട്ട് വന്നോണ്ടിരിക്കുകയാണ് എല്ലാം KA വണ്ടികൾ. ദൈവന്മാർ ഈ ആഹാരം ഇട്ട് വിടുന്നത് വേണ്ടോ. മറ്റേ കുരങ്ങിരിക്കുന്നു, അതിന്റെ പേരെന്തോന്ന്,
സിംഹവാലം കുരങ്ങ. അയ്യോ അതല്ലല്ലോ, അതുപോലത്തെ വേറൊരു സാധനമാണ് കേട്ടോ. ഈ മുഖം മാത്രം കറുത്തിട്ട് അങ്ങനെ എന്നെ പോലെ. രാത്രി അവൻ ആരുടെ ഷാറുഖ് ഖാന് കണ്ണാടിയൊക്കെ ചെണിച്ചിരിക്കണ്. ഒന്ന് മാറുവോ എവിടെ? അയ്യോ ഒറ്റ മൈന ഓടാ. പണ്ട് സ്കൂളിൽ പോകുമ്പോഴേ ഇത് കാണുമ്പോൾ നമ്മുടെ കണ്ണിന്റെ താഴെ വിരൽ ഇങ്ങനെ വെച്ച് അമർത്തും, അത് രണ്ടാക്കാൻ വേണ്ടി. കാരണം അന്ന് സ്കൂളിൽ പോയി അടി കിട്ടണമെങ്കിൽ ഒന്നുള്ള മുമ്പിൽ അതും ഒന്ന് ആലോചിച്ച് നോക്ക്. ഓ അതൊക്കെ ഒരു കാലം അല്ലേ ശരിക്കും കേട്ടോ. നല്ല ഗോൾഡൻ ടൈമുകളാണ് അതൊക്കെ, ആ ഒരു സ്കൂൾ കാലഘട്ടേ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ആരെങ്കിലും സ്കൂളിൽ പഠിക്കുന്ന ആരെങ്കിലും കേൾക്കണമെങ്കിലേ എടാ മാക്സിമം എൻജോയ് ചെയ്ത് നിങ്ങൾ പഠിക്കണം എന്നൊന്നും ഞാൻ പറയില്ല. കോപ്പി അടിച്ചിട്ടായാലും ജയിക്കണം, അതേ ഞാൻ പറയണുള്ളൂ. കോപ്പി അടിച്ചിട്ടായിരുന്നാലും 10ാം ക്ലാസ്സും +2 ജയിക്കണം. അത് നമ്മുടെ അത്യാവശ്യം വേണമെന്നുള്ള എഡ്യൂക്കേഷനാണ്, മനസ്സിലായില്ലേ? അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താവണമെന്ന് തീരുമാനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തന്നെയാണ്. ഞാനിപ്പം സക്സസ് ആയിട്ടുള്ള ഒരാളല്ല. ഞാൻ ഈ ഡയലോഗ് പറഞ്ഞത് പണ്ട് ആരോ പറഞ്ഞൊരു ഡയലോഗാണ്. പക്ഷേ ഒരു പരിധി വരെ അത് ശരിയാണ്. ഞാൻ ആലോചിച്ചപ്പോഴേ ഒരു പരിധി വരെ അത് ശരിയാണ്. ഞാൻ ശരിക്കും പറഞ്ഞ ഞാൻ ഒരു ഡിഗ്രി പഠിച്ചാണ്, BA ഇംഗ്ലീഷ് ലിറ്ററേച്ചർ. എന്നിട്ട് അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്തൊരു കാര്യമാണ് ഞാൻ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ വീഡിയോ കാണുന്ന പലരും BCom BBA അതും ഇതൊക്കെ പഠിച്ചതായിരിക്കും. ഇവരെല്ലാവരും അതുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ജോലിയായിരിക്കും ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ ഗൾഫിലും അവിടെ ഇവിടെയും പിന്നെ എന്താ പറയുക ജീവിക്കാൻ വേണ്ടി കിടന്ന് നെട്ടോട്ടം ഓടായിരിക്കും. ഇതിന്റെ ഇടയിൽ ഞാൻ മാത്രമാണ് ഈ പ്രാന്തന്മാരെ പോലെ ഇങ്ങനെ വണ്ടി എടുത്ത് ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത്. ഇതെന്തെങ്കിലും ഒരു ദിവസം നമുക്ക് ഇതിലൊരു രക്ഷയുണ്ടാവും എന്നൊരു പ്രതീക്ഷ ഉണ്ട്. എന്റെ മൊട്ടോടൊപ്പം ഇപ്പൊ അണ്ണി പടമായന്. അണ്ണി എന്ന് പറഞ്ഞതേ അണ്ണി എന്ന് തിരുവനന്തപുരത്ത് പറയണേണ് കേട്ടോ. അണ്ണി മറ്റേ അണ്ണാരക്കണ്ണൻ, അതിനെ നമ്മൾ അണ്ണി എന്ന് പറയും. അയ്യോ അക്ഷരം മാറ്റരുതേ. അണ്ണി അയ്യോ. ഈ തിരുവനന്തപുരത്തുകാരെ നിങ്ങൾ കളിയാക്കി വിളിക്കുന്നുണ്ടെങ്കിലും ചില കാര്യങ്ങളിലെ ഞാൻ ഇത് പലപ്പോഴും തോന്നിയിട്ടാ കുഴപ്പമില്ല കളിയാക്കട്ടെ. എന്ത് കാര്യം എന്ന് വെച്ചാൽ നമ്മളെ ഭാഷകളൊക്കെ അങ്ങനെയാണ്. അതുകൊണ്ട് അതായത് അണ്ണാരക്കണ്ണൻ എന്ന് നമ്മളവിടെ പറയില്ല, അണ്ണി. അത് മതി. കൂടുതൽ ഡെക്കറേഷൻ ഒന്നും നിനക്ക് വേണ്ട, ഇത്ര നീളമല്ലേ ഉള്ളൂ നിനക്ക്. അടിപൊളി ആട്ട എന്റെ പൊന്നെ. എനിക്ക് മിക്കവാറും ആനപ്പിണ്ടം കാണാനാണ് യോഗം കേട്ടോ. ഞാൻ ഇതുവരെ ഒരു ആനയെ സ്പോട്ട് ചെയ്തിട്ടില്ല. വേണ്ട, ആനയെ സ്പോട്ട് ചെയ്താൽ ശരിയാവില്ല. അവന്മാര് എന്റെ ഒറ്റയ്ക്ക് കാണുമ്പോഴേ അവന്മാർക്ക് ചിലപ്പോൾ എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയാലോ. അന്ന് ചുരുട്ടിക്കുട്ടി എടുത്ത് കഷത്ത് വെച്ചോണ്ട് അങ്ങ് പോകും. എന്റെ പൊന്നെ അവസ്ഥ എങ്ങനെയൊന്ന് ആലോചിച്ച് നോക്ക്. എന്റെ അളിയാ, എന്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ട് റോഡിൽ കൂടെ വണ്ടി ഓടിച്ചിട്ട്, അതായത് ഫോറസ്റ്റിനകത്തൂടെ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ ആനയെ സ്പോട്ട് ചെയ്തടാ. അതേ നിൽക്കണ് മുതല്. എല്ലാം പെണ്ണാനകളാണ് കേട്ടാ. ഒന്നിന് കൊമ്പില്ല. 1 2 3 കുട്ടികളും 2 വലിയ ആനയും. 2 തന്നെയല്ല, 3 നിൽക്കണ്. 1 ഇട സൈസാട്ടാ. അത് ചേച്ചിയായിരിക്കും, ഇത് അനിയന്മാരും അനിയത്തിമാരായിരിക്കും. അങ്ങോട്ട് നോക്ക്, നിങ്ങൾക്ക് കാണാൻ പറ്റണം. കണ്ടാടാ, പിന്നാമ്പറ മാത്രമേ ഉള്ളൂ. എന്താ ഭംഗിയല്ലേ ശരിക്കും കേട്ടാ. ഒരു കാര്യം നിങ്ങളെടുത്ത് പറയാം, ആന ഇങ്ങനെ കാണാനാണ് അഴക് കേട്ടാ. നിങ്ങളല്ലാതെ ഈ പൂരപ്പറമ്പിൽ, അതിപ്പം ഈ പൂരമൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർ ചിലപ്പോൾ എന്നെ കയറി പൊങ്കാല ഇടും. ഞാൻ അത് ഉദ്ദേശിച്ച് പറഞ്ഞല്ല കേട്ടാ. എടാ ആനയെ ഫ്രീ ആയിട്ട് വിട്ടു, ഇങ്ങനെ കണ്ടു നോക്ക്. നെറ്റിപ്പെട്ട അതും ഇതൊക്കെ കയറ്റി നിർത്തിയേ ഈ ചൂടത്ത്. അവറ്റൊക്കെ ശരിക്കും പറയാം ഈ വെയിലും അവർക്ക് താങ്ങാൻ പറ്റാത്ത ഇതാണ്. ഈ വെയിൽ സമയത്തെ അവറ്റോള് ഈ ദേഹത്ത്, അതായത് അവരുടെ ശരീരത്തെ മണ്ണ് വാരി ഇടും, ചെളി അതുപോലെ ഇങ്ങനെ വാരി ഇടും. എന്ന് വെച്ചാൽ അമ്മാതിരി ചൂട് അവർക്ക് താങ്ങാൻ പറ്റൂല. അപ്പൊ ആ ഒരു ചൂടത്താണ് കൊണ്ട് ആന ഇതുപോലെ കൊണ്ട് നിർത്തിക്കണത്. തൃശ്ശൂർ പൂരത്തിന് കാണുന്ന ആ ഒരു കാഴ്ചക്ക് നല്ല ഭംഗിയുണ്ട്, ശരി തന്നെയാണ്. അത് നമുക്ക് കണ്ടേ ഭംഗി. അവരുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് ഈ ചൂടത്ത്. എന്തോ എനിക്കത് പറയണമെന്ന് തോന്നി കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ ഈ വക കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ എനിക്ക് മടിയാണ്. കാര്യം 2 ഇഷ്ടങ്ങളല്ലേ എല്ലാവർക്കും. ഞാൻ ഇപ്പൊ പറയുന്ന കാര്യം ഒരു രീതിയിൽ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ആൾക്കാർ കാണും. എന്തോ എനിക്കത് പറയണമെന്ന് തോന്നി. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ആനയെ സ്പോട്ട് ചെയ്യണം. പിന്നെ അവിടെ നിൽക്കാൻ അങ്ങനെ അധികം സമയം നിൽക്കാൻ പാടില്ല. അങ്ങനെ നമ്മൾ കണ്ടു, ഒരു കാഴ്ച ആസ്വദിച്ചു, ഇങ്ങനെ പറന്നങ്ങ് പോകുന്നു, അത്രേ ഉള്ളൂ. എന്താ അഴക്. എനിക്ക് ഉറപ്പാണ് കേട്ടോ, എൻ്റെ ഈ വീഡിയോ കാണുന്ന ഒരാളെങ്കിലും ഈ ഒരു റൂട്ട് ചുമ്മാ ഒന്ന് കറങ്ങാൻ ശ്രമിക്കും. ഉറപ്പാണത്. ഞാൻ നിങ്ങളെ പ്രലോഭിപ്പിക്കുകയാണ് കേട്ടോ.
അങ്ങനെ പറയണുള്ളൂ, പ്രലോഭിക്കുക തന്നെ. കാര്യം അമ്മാതിരി അഴക്. പിന്നെ നിങ്ങൾ പറഞ്ഞ സമയത്ത് ഇത് വേറെ എന്തെങ്കിലും ക്ലൈമറ്റ് ആണെന്നുണ്ടെങ്കിൽ എന്നെ തള്ളക്കി വിളിക്കരുത്. ഇതെനിക്ക് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ, ഈ ഒരു വെയിലും അതിൻ്റെ ഇടയിൽ കൂടെയുള്ള ഈ ഒരു യാത്രയും. ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡ്രോൺ ഷോട്ടൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ഇവിടെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ പോയി ഇരിക്കാം. അപ്പോൾ ഞാനിപ്പോൾ നിലവിൽ കർണാടകയാണ് കേട്ടോ, പൊക്കോണ്ടിരിക്കുകയാണ് അങ്ങോട്ട്. ഇനി 150 കിലോമീറ്റർ ഉണ്ട്. ഞാനിപ്പോൾ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ വേറുന്നുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഈ വിഷ്വൽ കാണുന്നതിൽ എന്തെങ്കിലും കിട്ടണുണ്ടോ? ഇത് സംഭവം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. എനിക്ക് തോന്നിയ കേസാണ്. ഇവിടെയുള്ള ആൾക്കാർക്ക് ആർക്കും ഹെൽമെറ്റ് ഇല്ല കേട്ടോ. എല്ലാവരും കയ്യിൽ ഓരോ മൊബൈലും വെച്ചിട്ട് തന്നെ കേട്ടോ, മൊബൈലും കയ്യിൽ വെച്ചുകൊണ്ട് അങ്ങനെ സംസാരിച്ചുകൊണ്ട് ഈസി ആയിട്ട് പോകുന്നുണ്ട് പോലീസുകാരുടെ മുമ്പ് കൂടെ. ഞാൻ ഇങ്ങനെ ആലോചിച്ച്, ഇവിടെ ഹെൽമെറ്റ് നിർബന്ധമല്ലേ എന്നേ? ആർക്കും ഹെൽമെറ്റ് ഇല്ല. ഞാൻ വെച്ച് കണ്ടലൊരു 90% ആൾക്കാർക്കും ഹെൽമെറ്റ് ഇല്ല കേട്ടോ. ചിലർ കയ്യിൽ വെച്ചിട്ടുണ്ട് കണ്ടോട്ടെ. ഫ്രീ ആയിട്ട് പോയാൽ കൂളിംഗ് ഗ്ലാസ്സൊക്കെ വെച്ച് അങ്ങനെ സ്റ്റൈലായിട്ട് പോകണം. കേരള അവനെ നല്ല ഇവിടെ നിന്ന് വലത്തോട്ടാണ് കാണിക്കുന്നത് കേട്ടോ. അതോ ആ ഒരു ഭാഗമാണ് കാണിക്കണം. ഓ, ഇതൊരു ഭംഗിയില്ലേ ഇത്. 99 കിലോമീറ്റർ. അല്ലാ, തേവറിനടുത്തത്. എൻ്റെ അമ്മോ, ഇടതോടാ. അയ്യോ, ഇത് ആണാണോ പെണ്ണാണോ? എൻ്റെ കർത്താവേ, ഇവിടെ കൂടെ ഒരു കിളിയൊക്കെ പറന്നു പോയി. എൻ്റെ അമ്മച്ചി, ഞാൻ അവരെ കളിയാക്കിയതല്ല കേട്ടോ. എനിക്ക് സത്യം പറയാം, എനിക്ക് പണ്ട് മുതൽ ഈ ടീമുകളെ കുറച്ച് പേടിയാണ്. ഞാൻ ഓപ്പണായിട്ട് പറയാം, എനിക്ക് പേടിയാണ്. ഇവരുടെയൊക്കെ ആരോഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലി ഉള്ള ഒരാളുടെ ആരോഗ്യം പോലെ അല്ല. നല്ല എന്ന് വെച്ചാൽ നല്ല ആംബിയറാ. അത് കേൾക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കും എനിക്ക് അടി കിട്ടിയിട്ടുണ്ടെന്ന്. അടിയൊന്നും കിട്ടിയതല്ല കേട്ടോ. പണ്ട് ഞാൻ 17ാമത്തെ വയസ്സിൽ, അന്ന് മുതലേ ജോലിക്ക് വേണ്ടി കിടന്ന് ഓടാണ് കേട്ടോ. 17ാമത്തെ വയസ്സിൽ റെയിൽവേ ടെസ്റ്റ് എഴുതാൻ വേണ്ടി പോയി ചെന്നൈയിൽ ഒറ്റയ്ക്ക്. അപ്പോൾ ഒറ്റയ്ക്ക് പോയാൽ എനിക്കങ്ങനെ അന്ന് വരെ പേടിയും കാര്യങ്ങളൊന്നുമില്ല. അങ്ങ് പോകും. ഞാൻ എക്സാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പം ട്രെയിൻ എവിടെ കൊണ്ടുവന്ന് പിടിച്ചിട്ട് കേട്ടോ. എൻ്റെ പൊന്നെ, എല്ലാം ഒരു 10-20 വരും ഒരു കമ്പാർട്ട്മെന്റിൽ അങ്ങ് കയറി. എനിക്കാണെങ്കിൽ മുടിഞ്ഞ വിറയൽ. ഞാൻ ഇത് കാണിക്കില്ല എന്ന് വെച്ചാൽ നമുക്ക് പേടി ഉണ്ടെങ്കിലും നമ്മൾ പുറത്ത് കാണിക്കാൻ പാടില്ല. ഞാൻ അങ്ങനെ ചെറഞ്ഞു പിടിച്ചിരുന്നു. എന്ന് വെച്ചാൽ നമ്മൾ 17ാമത്തെ വയസ്സിൽ എത്ര കാണും നമ്മൾ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ആദ്യം കുറച്ചൊന്ന് പേടിയുണ്ടായിരുന്നു. പിന്നെ ഈ മുഖത്ത് ആ ഒരു എക്സ്പ്രഷൻ വരാൻ പാടില്ലല്ലോ, അവിടെ ഇങ്ങനെ ചെറഞ്ഞു പോയിക്കൊണ്ട് നിന്ന്. അപ്പം എൻ്റെ കൂടെ കോട്ടയത്തുള്ള ഒരു ഫാമിലി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം അതായത് ഒരു അമ്മയും 2 മക്കളും 2 പെമ്പിള്ളേരാ. അപ്പം അവർ ഉൾപ്പെടെ പേടിച്ചിരിക്കുകയാണ്. അപ്പം ഞാൻ ഇങ്ങനെ ചെറഞ്ഞു പോയിക്കൊണ്ടിരുന്നപ്പം ഈ വന്ന ആ ഒരു ലേഡി, അങ്ങനെ പറയാൻ പറ്റൂട്ടോ കേട്ടോ, ആ ഒരു ലേഡി ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്ന് അരെ രസാന്ന് പറഞ്ഞ് 2 അടിയൊക്കെ അടിച്ചിട്ട് കൈയൊക്കെ അടിച്ച് എൻ്റെ മുമ്പ് ഇങ്ങനെ 2-3 ആക്ഷനൊക്കെ കാണിച്ച്. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിക്കൊണ്ടിരുന്നു. എന്ന് വെച്ചാൽ എനിക്ക് പേടി, മനസ്സിലായി, ഞാൻ പേടിച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇവരിങ്ങനെ നോക്കിക്കൊണ്ടിരുന്നിട്ട് അങ്ങ് പോയോട്ടാ. എന്തോ പറഞ്ഞു, എന്നെ പള്ളെന്തോ പറഞ്ഞായിരിക്കും, എന്തോ പറഞ്ഞിട്ട് അങ്ങ് പോയി. എൻ്റെ പൊന്നെ, അപ്പോഴാണ് ആശ്വാസമായത്. അയ്യോ എൻ്റെ അമ്മേ. എന്ന് വെച്ചാൽ എനിക്ക് അതിന് വിളിക്കാത്ത ദൈവമില്ല. ഞാൻ ഈശോയെയും പടച്ചവനെയും ശിവനെയും എല്ലാവരെയും വിളിച്ച് ഇരുന്ന്. ഇപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മിച്ചേട്ടാ, ഈ ഒറ്റയ്ക്ക് പോകുന്നിടത്ത് വരുന്ന സീനുകൾ ഇതൊക്കെയാണ് കേട്ടോ. അതാണ് പലരും പറയണം. എന്താവോ ഇത് ദൈവത്തിന് തന്നെ അറിയാം. 96 കിലോമീറ്റർ. എവിടെയെങ്കിലും ഒരു തണൽ തപ്പി പോകണമെന്നാണ് കേട്ടോ എൻ്റെ വണ്ടിക്ക് ഒന്ന് റെസ്റ്റ് കൊടുക്കാൻ. കണ്ടിന്യൂസ് ഓടി വരെയാണ് പാവം. എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ആ ഒരു ഫീലാണ് കേട്ടോ എൻ്റെ വണ്ടി. ശരിക്കും കേട്ടോ, ഞാൻ അത് ഫീൽ ചെയ്യുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. നമ്മളൊരു കൂട്ടുകാരൻ നമ്മളെ കൂടെ ഉള്ള ആ ഒരു ഫീലുണ്ട് ഇപ്പം. ഇവിടെ ഇപ്പോൾ വന്നിട്ട് പോയ കേട്ടോ. ഒരു ട്രിപ്പ് ഉണ്ടായിരുന്നു, എൻ്റെ അടുത്ത് വന്നിട്ടാണ് പോയത്. കാണുമ്പോൾ വിഷമം തോന്നുന്നു കേട്ടോ. ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞത്, വേറെ ഒന്നും കൊണ്ട് പറഞ്ഞതല്ല. ആരും ജോലിക്ക് എടുക്കൂല. അത് മനസ്സിലാക്കിയാൽ തീരാന്നുള്ള പ്രശ്നമേ ഉള്ളൂ നമുക്ക് പലർക്കും. നമ്മളിപ്പോൾ നോർമലൊരു ആണുങ്ങൾ പോയി ജോലിക്ക് ചോദിക്കുന്ന പോലെയോ പെണ്ണുങ്ങൾ പോയി ജോലി ചോദിക്കുന്ന പോലെയോ അവർക്ക് പറ്റണമെന്നില്ല. വേണ്ട, ഇതോ നിങ്ങൾ ആ കാണണ ഒരു സിഗ്നലിൽ കണ്ട ആ കാറിൻ്റെ അവിടെ ശരിക്കും അവരേ ഉള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് നൈറ്റ് സ്റ്റേ ഒരു കാരണവശാൽ നമ്മൾ ഇവിടെ റോഡ് സൈഡിലോ അങ്ങനെ, അതായത് പമ്പുകളിലൊന്നും അവർ പ്രൊവൈഡ് ചെയ്യില്ല എന്ന് പറഞ്ഞത് കേട്ടോ. ഒരു ഏറെക്കുറെ വരെ അതിലേ പോവാം. കുറച്ച് തണലത്തൂടെ ഓടിക്കാമല്ലോ. 90 കിലോമീറ്റർ വണ്ടി എവിടെയെങ്കിലും എനിക്കൊന്ന് ഒതുക്കണം. ഒരു ചെറിയൊരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ വണ്ടി ചവിട്ടിയത്. ഞാൻ ഇവിടുന്ന്, അതായത് ഞാൻ മൈസൂർ പോണ റൂട്ടാണ് കേട്ടോ. ഒരു 20 കിലോമീറ്റർ ഇവിടെ ഉണ്ട്. അപ്പം ഞാൻ നിൽക്കുന്ന എൻ്റെ തൊട്ട് ഫ്രണ്ടിൽ ഒരു ടീം കാറിൽ വന്നിട്ട് ബിയർ ബോട്ടിലൊക്കെ അടിച്ച് പൊട്ടിച്ച് കുടിക്കുന്നുണ്ട്. ഏജ്ഡായിട്ടുള്ള ടീമുകളാണ്. ഞാൻ വേണമെങ്കിൽ അത് ഗോപ്രോയിൽ കാണിച്ചു. പിന്നെ ഞാനിപ്പോൾ ഈ വീഡിയോ എടുക്കുന്നത്, ഞാൻ ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അല്ലെങ്കിൽ ഞാൻ പിന്നെ മറന്നു. നമ്മൾ ഈ കർണാടക എന്ന് കേട്ടിട്ടേ ഉള്ളൂ. കർണാടകയുടെ അർത്ഥം കറക്റ്റായിട്ട് ഇപ്പോൾ കിട്ടി തുടങ്ങി.
ഞാനിങ്ങോട്ട് വന്ന വഴിക്ക് ഒരു 1-2 ടീം, അതായത് ആദ്യം ഒരു 2 പയ്യന്മാർ വന്നിട്ട് സംസാരിച്ചു. അമ്മ എൻ്റെ ഇൻസ്റ്റാഗ്രാമൊക്കെ എടുത്ത് നോക്കി അതിങ്ങനെ കൊണ്ടുവന്നു കേട്ടോ, എൻ്റെ പുറകെ കൊണ്ടുവന്നു. അതെനിക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റി. പിന്നെ ഇങ്ങോട്ട് വന്ന വഴിക്ക് അതുകൊണ്ട് ഒരു അരമണിക്കൂർ മുന്നേ അതിപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചുകൊണ്ട് വന്നപ്പോൾ ഞാൻ ഇപ്പോൾ പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ പിന്നെ മറന്നു. അതുകൊണ്ടാണ് നമ്മളെ കൂടെ കൊണ്ടുവച്ച് പിടിച്ച്, വണ്ടിയുടെ അടുത്ത് കൊണ്ടുവച്ച് പിടിച്ച്, ഏതാണ്ട് ക്രാഷ് കാർഡിൽ തട്ടിയില്ല എന്നുള്ള രീതിയിൽ സ്പ്ലെൻഡർ പിന്നെ അങ്ങനെയുള്ള വണ്ടികളൊക്കെ കൊണ്ടുവന്ന് അടുത്ത് പിടിച്ചിട്ട് വെറുതെ ഷോ ഓഫ്. പിന്നെ സൂപ്പർ ബൈക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇവന്മാർക്ക് തൊടാൻ പോലും പറ്റില്ല, നല്ല രീതിയിൽ പറന്നു പോകുന്നുണ്ട്. 1250 GS, അതുപോലെ ട്രയംഫിൻ്റെ ടൈഗർ 900 ഇതൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ ഒന്നും പിടിക്കാൻ പറ്റാത്തതുകൊണ്ട് നമ്മളെ പാവപ്പെട്ട് നമ്മളെ വണ്ടിയുടെ പുറകെ വന്ന് പിടിക്കുകയാണ്. എന്നുവെച്ചാൽ തട്ടിയില്ല എന്നുള്ള രീതിയിൽ വെറുതെ നമ്മളൊന്ന് പ്രൊവോക്ക് ചെയ്യാനുള്ള പരിപാടിയാണ്. പിന്നെ ഞാനതിപ്പോൾ പറയണമെന്ന് തോന്നി, ആരെങ്കിലുമൊക്കെ വരുന്നുണ്ടെങ്കിൽ ചില കാര്യങ്ങൾ ഇത് ശ്രദ്ധിക്കുക. സിഗ്നലുകൾ പ്രത്യേകം ശ്രദ്ധിച്ചോണം കേട്ടോ. എന്തായാലും ഇനി നേരെ അവിടെ പോയിട്ട് കാണാം. ഇവിടെ നിന്ന് 20 കിലോമീറ്ററേ ഉള്ളൂ. പിന്നെ ഈ ടീം ഉണ്ടോ, നിങ്ങൾ കാണുന്നുണ്ടോ? ഞാൻ ഇതൊരു അഗ്രഹാരം പോലെ ഇരിക്കുന്നു കേട്ടോ. കംപ്ലീറ്റ് വീടുകളുടെ ഫ്രണ്ടിലും മറ്റേ ഇതുണ്ട് കേട്ടോ, കോലം ഉണ്ട്. ഇത് പഴയ സ്റ്റൈൽ വീടാണ് കേട്ടോ, പഴയ ബ്രാഹ്മിൻസിൻ്റെ ഇവിടെയാണ് കേട്ടോ. ഫുള്ളി ഷോപ്പിലാണെന്ന് പറഞ്ഞു, ഇപ്പോൾ വരാമെന്ന് പറഞ്ഞു. അപ്പോൾ അതൊന്ന് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, എന്നിട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ മൈസൂർ എത്തി കേട്ടോ. സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു മൈസൂർ എത്തി. അപ്പോൾ എനിക്ക് ഇന്നത്തെ ഈ സ്റ്റേക്ക് വേണ്ടിയിട്ട് നമ്മുടെ മുഹ്സിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ, ഹബീബ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി ഇവിടെ ഷോപ്പിൻ്റെ എന്തോ കേസ് പറഞ്ഞു. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഇതൊരു ചോദിച്ചില്ല. ഒന്ന് പെട്ടെന്ന് ഇത് റൂമിലൊന്ന് കയറി ഈ ഇത്രയും വെള്ളം ഇപ്പോൾ കുടിച്ച് തീർക്കണം കേട്ടോ. വെള്ളം കൂടി കുറച്ച് കുറവാണ്. പിന്നെ സമയം വന്നിട്ട് 2 മണി അടുപ്പിച്ചായ കേട്ടോ. പുള്ളി എനിക്ക് ഫുഡ് വാങ്ങിക്കാൻ വേണ്ടി പോയതാണ്. ഞാൻ ശരിക്കും പറയാം, ഞാൻ ഒരിക്കലും ഇങ്ങനൊരു റൂം ഞാൻ പ്രതീക്ഷിച്ചതല്ല. അത്ര വലിയ ഒരു സെറ്റപ്പാണ് ഇപ്പം നിലവിൽ കിട്ടിയത്. കാര്യം എൻ്റെ ലഗേജും എനിക്ക് വീഡിയോ ഇരുന്ന് എഡിറ്റ് ചെയ്യാനും ബാക്കി സൗകര്യമില്ല പുള്ളിയായിട്ട് എന്നെ റെഡിയാക്കി തന്നു. അപ്പോൾ ആദ്യം തന്നെ താങ്ക്സ് ഞാൻ മൂസുവിൻ്റെ അടുത്ത് പറയാണ്. അവൻ്റെ ഒരു ഹെൽപ്പ് തന്നെയാണ് ഇങ്ങനെ ഒരു റൂം എനിക്കിതായിപ്പോൾ കിട്ടിയത്. അപ്പോൾ എന്താ പറയുക, ഭയങ്കര സന്തോഷം. പിന്നെ വീഡിയോസ് ഫുള്ളായി കാണാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനോട് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കട്ടെ. മാക്സിമം ഇത് ഒരുപാട് പേരിൽ എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ എല്ലാവരും വീഡിയോസ് കാര്യങ്ങൾ ചെയ്യുന്നതും ബാക്കി അതായത് സോഷ്യൽ മീഡിയ നിൽക്കുന്നവരെല്ലാം റീച്ച് ആവണം എന്നുള്ള ആഗ്രഹമുള്ളവരായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതേ ഉള്ളൂ. എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ കാണാം. നാളെ ഇനി ബാംഗ്ലൂർ പോകണം ഇവിടെ നിന്ന്. അപ്പോൾ നാളെ ഇനി ഒരു ദിവസം ബാംഗ്ലൂർ കാണും. മറ്റൊന്ന് അതായത് തിങ്കളാഴ്ച ഞാൻ അവിടെ നിന്ന് പോവുള്ളൂ. പിന്നെ അങ്ങോട്ടുള്ള കേസൊക്കെ എന്തോ എങ്ങനെ പോകുമെന്ന് എനിക്കറിയില്ല. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോൾ അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ എന്തായാലും നല്ലൊരു വീഡിയോ കാണാം. ഓക്കെ, ബൈ.